Welcome to BSc Mechanics Part 7. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്സ് 2 പാർട്ടായിട്ടാണ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് BSc വൈബ്രേഷൻസ്, 2 BSc മെക്കാനിക്സ് എന്നോ BSc മെക്കാനിക്സ് എന്നും പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ 2 പാർട്ടായിട്ടാണ്. വൈബ്രേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. കോമ്പൗണ്ട് പെൻറ്റിലൊക്കെ കഴിഞ്ഞു. ഡാംഡ് വൈബ്രേഷൻസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ മെക്കാനിക്കൽ ആസ്പെക്ട്സ്, റൊട്ടേഷൻ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, കൺസർവേഷൻ ലോസ്, ഗ്രാവിറ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കേസസ് ആയിട്ട് പോകും. അങ്ങനെ ഫോഴ്സ് പൊതുവെ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കും. അതിൽ തന്നെ ഇതിലൊന്നും പെടാതെ സാധാരണ നമ്മളൊരു പുഷ് ചെയ്യുകയോ പുള്ളി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു ഫോഴ്സാണ്. ഇതൊരു കാറ്റഗറിയിലും പെടത്തില്ല. ബാറ്റ് കൊണ്ട് ഒരു ബോളയിൽ ഒരു ബാറ്റ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് ഈ കാറ്റഗറിയിലൊന്നും പെടുന്നതല്ല. അപ്പോൾ ജനറലായിട്ട് നമുക്ക് വെറുതെ ഒരു ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നു എന്നിരിക്കട്ടെ. മാസുള്ള ഒരു ഓബ്ജക്റ്റിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, ജനറൽ ഫോഴ്സ്, ഒരു സ്ട്രൈക്ക് ചെയ്യുകയോ ഹിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും എങ്കിൽ ഇത് മോഷനിലേക്കാവുന്നു ഫ്രം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എഫ് ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ്. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ദാറ്റ് ഈസ് എഫ് ഈക്വൽസ് dp/dt. അവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാസ് വെളിയിലെടുക്കാം. അപ്പോൾ d/dt ഓഫ് mv, പിക്ക് പകരം മൊമെൻറ്റം. അപ്പോൾ dp/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് mv. മാസ് കോൺസ്റ്റൻ്റ് ആണ്, എം പുറത്തെടുക്കാം. അപ്പോൾ എഫ് ഈക്വൽസ് m/dv/dt. എങ്കിൽ ഡി എക്സ് കണ്ട ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് dw ഈക്വൽസ് എഫ് ഡി എക്സ്, ദറ്റ് ഈസ് m/dv/dt ഇൻറ്റു ഡി എക്സ്. ഈ dx-ൻ്റെ താഴോട്ട് എഴുതിയാൽ mdv ഇൻറ്റു dx/dt ആവും. dx/dt ഈസ് നത്തിങ് ബട്ട് v, ദി വെലോസിറ്റി. ചുരുക്കത്തിൽ dw ഈക്വൽസ് m ഇൻറ്റു v ഇൻറ്റു dv ഇൻറ്റു v, അല്ലെങ്കിൽ dw ഈക്വൽസ് mv dv എന്ന് കിട്ടും. എങ്കിൽ ഇപ്പോൾ ഇവിടെ വേരിയബിൾ വെലോസിറ്റി ആയി. നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിലോട്ടായി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിരിക്കട്ടെ. ഫ്രം റെസ്റ്റ് വെലോസിറ്റി v ആകുന്നത് വരെ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. എങ്കിൽ ഇപ്പോൾ ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് w ഈക്വൽസ് ഇൻറ്റഗ്രൽ 0 to v of mv dv, that is m into integral v dv is v square by 2. ലിമിറ്റ്സ് ഇടുമ്പോൾ 0 to v ആ, ലോവർ ലിമിറ്റ് അങ്ങ് 0 ആകും. ഇപ്പോൾ ഈ വർക്ക് w ഈക്വൽസ് ½ mv സ്ക്വയർ. ഇവിടെ കാണേണ്ട കാര്യം, നമ്മൾ ചെയ്ത വർക്ക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി. അപ്പോൾ ½ mv സ്ക്വയർ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ ക്വാണ്ടിറ്റി അസോസിയേറ്റഡ് വിത്ത് മോഷൻ. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറി. ഈ ക്വാണ്ടിറ്റിക്ക് പറയുന്ന ഓമനപ്പേരാണ് കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി ഈസ് നത്തിങ് ബട്ട് ദി വർക്ക് that is converted into a quantity associated with motion. That is all. The kinetic means motion, moving. അപ്പോൾ
കൈനറ്റിക് എനർജിക്കുള്ള ഫോർമുല ചുരുക്കത്തിൽ E k=12mv². ഇത് വെറുതെ ഏത് ഫോഴ്സ് ആയാലും കൈനറ്റിക് എനർജിയെ മോഷനെ അഫക്റ്റ് ചെയ്യുന്ന കേസിൽ വർക്ക് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്ന കേസാണ് ഈ പറഞ്ഞത്. അപ്പോൾ കൈനറ്റിക് എനർജിക്കുള്ള ഫോർമുല ഇതിൽ നിന്ന് നമ്മൾക്ക് ടാപ്പ് ചെയ്തെടുത്തു. കൈനറ്റിക് എനർജിക്ക് മറ്റൊരു രീതിയിലും ഫോം എടുക്കാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ചെയ്യുക, 12mv² m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ഇത് m²v²/2m എന്നാവും. m²v² എന്ന് പറഞ്ഞാൽ mv² mv ഈസ് മൊമെൻറ്റം p. അപ്പോൾ ചുരുക്കത്തിൽ കൈനറ്റിക് എനർജി E k=p²/2m എന്ന് എടുക്കുക. അപ്പോൾ ഒന്നുകിൽ 12mv² അല്ലെങ്കിൽ p²/2m. ഇനി ഇത് കേസ് അതിൻ്റെ അവിടെ ഞാൻ നിർത്തുന്നു. ഇനിയും പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൽ ഒരു ലോഡ് അറ്റാച്ച് ചെയ്തിരിക്കുക. ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് ഒരു റിജിഡ് സപ്പോർട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡിൽ ഒരു ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത് ഈ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് ഒന്നും ചേഞ്ച് ചെയ്യാത്ത അവസ്ഥയിലായി ബ്ലോക്ക് വെച്ചിരിക്കുന്നത് എങ്കിൽ ഈ ബ്ലോക്കിൽ ഈ സ്പ്രിങ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇപ്പോൾ 0. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ x0 എന്നിരിക്കട്ടെ. ഇത് നമ്മൾ ഈ ഇങ്ങോട്ട് എക്സ് കണ്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആകും. സ്പ്രിങ് കംപ്രസ്ഡ് ആകുമ്പോൾ സ്പ്രിങ്ങിനകത്ത് ഒരു ഇലാസ്റ്റിക് റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇതിനെ എതിർക്കുന്നതായിട്ട് സ്പ്രിങ് തിരിച്ച് വരാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇതിൽ ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് ഹുക്സിലോ അനുസരിച്ച് F=kx. ഓക്കെ, അപ്പോൾ ഫോഴ്സ് സ്പ്രിങ് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതൊരു പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സിന് എക്സാമ്പിളാണ് സ്പ്രിങ്ങിൽ. ഇപ്പോൾ സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ഇങ്ങോട്ട് വലിക്കുകയാണ്, സ്പ്രിങ് എക്സ്റ്റെൻഡഡ് ആകും. സ്പ്രിങ് എക്സ്റ്റെൻഡഡ് ആകുമ്പോൾ സ്പ്രിങ് ഇതിനെ ഇങ്ങോട്ട് വലിക്കും പഴയ ലെങ്തിലേക്ക് വരാൻ. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ കൂടും തോറും അല്ലെങ്കിൽ കംപ്രഷൻ കൂടും തോറും അല്ലെങ്കിൽ എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് മാറും. അപ്പോൾ അതൊരു പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. മറ്റൊന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് G(m1m2)/r². r എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ്, അത് പൊസിഷന്. അപ്പോൾ ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റി ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സാണ്. സാധാരണഗതിയിൽ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സൊക്കെ കൺസർവേറ്റീവ് ആണെന്ന് പറയും. അതായത് ചെയ്യുന്ന വർക്ക് ഏത് പാത്തിൽ കൂടി വസ്തുവിനെ ചലിപ്പിക്കുന്നോ ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഗ്രൗണ്ടിലുള്ള ഇരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ, അപ്പോൾ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു വസ്തുവിനെ നമ്മൾ m മാസമുള്ള ഒരു വസ്തുവിനെ h ഹൈറ്റിലേക്ക് കൊണ്ടുപോയി, എയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുപോയി. അത് ഏത് വഴിയെ കൊണ്ട്, ഈ വഴി നേരെ കൊണ്ടുപോയി. പ്രിലിമിനറി മെക്കാനിക്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിവിടുന്ന് റിലീസ് ചെയ്താൽ തിരിച്ച് താഴെ വരുമ്പോൾ ഇതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി mgh. ഈ വഴിയെ കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് റിലീസ് ചെയ്താലും താഴെ വരുമ്പം കിട്ടുന്ന കൈനറ്റിക് എനർജി mgh. ഈ വളഞ്ഞ വഴിയെ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് റിലീസ് ചെയ്താലും താഴേക്ക് റിലീസ് ചെയ്യുമ്പോൾ താഴെ വരുമ്പോൾ അതിന് കിട്ടുന്ന മാക്സിമം കൈനറ്റിക് എനർജി 12mgh തന്നെ. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനെ, അതായത് നമ്മൾ ഏത് വർക്കായി കൈനറ്റിക് എനർജി ആയിട്ടും നമുക്ക് തിരിച്ച് കിട്ടുക. അപ്പോൾ ഏത് പാത്തിൽ കൂടി കൊണ്ടുപോയാലും ചെയ്യേണ്ട വർക്ക് mgh തന്നെയാണ്. അത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടും. അതായത് നമ്മൾ ചെയ്ത വർക്ക് അവിടെ കൺസർവ് ചെയ്യപ്പെടുക. ദാറ്റ് വി ക്യാൻ റിക്കവർ ഇവിടെ ഇപ്പോൾ ഇൻ ദി ഫോം ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റിക്കെതിരെ ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നല്ല, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. അത്തരം ഫോഴ്സസിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് വിളിക്കുക.
അത് നമ്മൾ കൂടുതൽ ഡെപ്തിൽ കാണണം. ഇപ്പം ഞാൻ ഈ കൺസർവേറ്റീവ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. ഇത് വെറും ഒരു മാത്തമാറ്റിക്കൽ ട്രിക്കാണ്. ഫിസിക്സിലെ സൊല്യൂഷൻസൊക്കെ എളുപ്പം നടത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റായത്. നമുക്കറിയാം, ഗ്രൗണ്ടിൽ നിന്നൊരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ഗ്രാവിറ്റിക്ക് എതിരെ വർക്ക് ചെയ്യുക. ഇത് നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും, ഫിസിക്സിൽ പറയും, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ചെയ്ത വർക്ക് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും, അത് റിലീസ് ചെയ്യുമ്പോൾ ആ സ്റ്റോർ ചെയ്ത കൈനറ്റിക് എനർജി നമുക്ക് തിരിച്ച്, പൊട്ടൻഷ്യൽ എനർജി അല്ലെ സ്റ്റോർ ചെയ്ത വർക്ക് നമുക്ക് തിരിച്ച് കൈനറ്റിക് എനർജി ആയിട്ട് തിരിച്ചു കിട്ടുന്നു എന്നും നമ്മൾ പറയും. സത്യത്തിൽ അവിടെ വർക്ക് ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല, ഇത് തിരിച്ചു വരുന്നത് ഗ്രാവിറ്റിയുടെ അട്രാക്ഷൻ കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം ഗ്രാവിറ്റിക്കെതിരെ നമ്മൾക്ക് ഇതിനെ ഇവിടെ കൊണ്ട് നിർത്തുന്നതിന്, പിടിച്ചു നിർത്തുന്നതിന് നമ്മൾ ചെയ്യേണ്ട പ്രയത്നമാണ് സത്യത്തിൽ ഈ പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറയുന്നത്. ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് തിരിച്ചും വരുന്നത്. പക്ഷേ ഫിസിക്സിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, പ്രോബ്ലംസൊക്കെ എളുപ്പം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റായി പൊട്ടൻഷ്യൽ എനർജി. സത്യത്തിൽ പൊട്ടൻഷ്യൽ എനർജി ഡസൻറ്റ് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി, വെറും ഒരു സങ്കല്പമാണ്. സൊല്യൂഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് എന്ന് തന്നെ വിചാരിക്കുക. ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ബിലീവിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ തന്നെ വേണം ചിന്തിച്ചു പോകാൻ. ഫിസിക്സിൽ ഒത്തിരി സങ്കേതങ്ങളുണ്ട് പ്രോബ്ലംസൊക്കെ എളുപ്പം സോൾവ് ചെയ്യാൻ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതിലൊരു സങ്കേതമായി പൊട്ടൻഷ്യൽ എനർജി. ഇനി അപ്പോൾ ഈ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സച്ച് ഫോഴ്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള കേസാണ് നമ്മൾ ഈ എടുക്കുന്നത്, ഏതെങ്കിലും ഒരു 1 ഡയമെൻഷണൽ കേസ്. എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത്തരം സന്ദർഭത്തിൽ the force is said to be a function of x only. ജനറലായിട്ട് എക്സും വൈ ഇസഡും ഒക്കെ വരും, അത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ എക്സ് 1 ഡയമെൻഷൻ മാത്രമൊക്കെ. അപ്പം എഫ് ഓഫ് എക്സ് സ്പ്രിംഗ് ഫോഴ്സ് ആണ്, എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ്. വൈ ഡയറക്ഷനിലാണ് എഫ് ഈക്വൽ, സ്പ്രിങ് വെർട്ടിക്കലായിട്ട് പിടിക്കുകയാണ്, എഫ് ഈക്വൽസ് മൈനസ് കെ വൈ. ഇസഡ് ഡയറക്ഷനാണ്, എഫ് ഈക്വൽസ് മൈനസ് കെ ഇസഡ് ആൻഡ് സോ ഓൺ. ജനറലായിട്ടാണ് എഫ് ഈക്വൽസ് മൈനസ് കെ ആർ എന്ന് വരും, വേറെ ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്. ഇപ്പം നമുക്ക് ഒരു ഡയമെൻഷൻ എടുത്താൽ മതി എങ്കിൽ ഡി എക്സ് കണ്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ ഈ ഫോഴ്സിനെതിരെ ഡി എക്സ് കണ്ട് ചലിപ്പിക്കുന്നതിന് ചെയ്യേണ്ട വർക്ക്, ഫോഴ്സിനെതിരെ ആ വർക്കെങ്കിൽ ഈ വർക്ക് നെഗറ്റീവ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡി ഡബ്ല്യു ഈക്വൽസ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. എങ്കിൽ x1 പൊസിഷനിൽ നിന്നും x2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഈ വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കുന്നതിന് ഈ ഫോഴ്സിനെതിരെ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് W ഈക്വൽസ് മൈനസ്, ഈ മൈനസ് ഉണ്ടല്ലോ, മൈനസ് ഇൻറ്റഗ്രൽ x1 to x2 ഓഫ് എഫ് എക്സ് ഡി എക്സ്. തീർച്ചയായിട്ടും ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും, ഒരു ക്വാണ്ടിറ്റി കിട്ടും. അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് ആയിട്ട് വരും. യു അറ്റ് x2 മൈനസ് യു അറ്റ് x1 എന്നിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടത് വർക്ക് മോഷൻ്റെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറി. ഇവിടെ വർക്ക് പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറി. പൊസിഷൻ മാറുമ്പം മാറുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഈ വർക്ക് മാറി ഈ സന്ദർഭത്തിൽ. അപ്പോൾ ഹിയർ വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പൊസിഷൻ. ഈ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ദാറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ പൊസിഷൻസിൽ ഇരിക്കുമ്പോൾ 2 പൊസിഷനിലും ചെല്ലുമ്പോൾ ഉള്ള ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ പൊസിഷനിലേക്ക് ചെല്ലുമ്പോൾ ഏതോ ഒരു ക്വാണ്ടിറ്റി, പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു ക്വാണ്ടിറ്റിയുടെ മാറ്റമായിട്ട്
ഈ വർക്ക് മാറുക. ആ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാ പൊട്ടൻഷ്യൽ എനർജി. ചുരുക്കത്തിൽ W ഈക്വൽസ് നമ്മൾ പറയും ദിസ് വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പൊസിഷൻ. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അത് ഇൻക്രിമെൻ്റായിട്ട് പറഞ്ഞാൽ dW മുമ്പ് എഴുതിയ പോലെ -fx dx ഈക്വൽസ് ചേഞ്ച് du എന്ന് എഴുതാൻ ചെറിയ കേസ് ആകുമ്പോൾ, ഇത് ടോട്ടൽ വലിയൊരു കേസ് x1 to x2 ആണ്. ഇത് dx എന്ന് പറയുന്നത് ചെറിയൊരു പൊസിഷൻ ചേഞ്ച് എടുക്കുമ്പോൾ ഇതേ റിലേഷൻ തന്നെ നമുക്ക് dW ഈക്വൽസ് -fx dx ദറ്റ് ഈസ് ഈക്വൽ ടു du എന്ന് എഴുതാം. ഫ്രം വിച്ച് fx ഈക്വൽസ് -du/dx. ഈ du/dx തൽക്കാലം നമുക്കതിനെ ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഏതെങ്കിലും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ, അതിന് ഞാൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വിപുലമായ ആശയമുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഗ്രേഡിയൻറ്റ് ഓഫ് ടൈം പൊസിഷൻ ഡെറിവേറ്റീവ് എന്നാണ് പറയുക. അത് ഞാൻ വേറെ ബോസിങ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് വരും. തൽക്കാലം ഇപ്പോൾ ഇത്ര അറിയുക. എനി കൺസർവേറ്റീവ് ഫോഴ്സ് ക്യാൻ ബി റിലേറ്റഡ് വിത്ത് എ ഫങ്ഷൻ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി called potential energy such that that force is equal to negative of the potential gradient or minus F equals minus du/dx. ഇവിടുന്ന് u കാണണമെങ്കിൽ എഫിനെ du ഈക്വൽസ് -f dx, so that u ഈക്വൽസ് integral of fx dx. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത പോസ്റ്റിങ്സിൽ കാണും. താങ്ക് യു.